പ്രണയതാണ്ഡവം ഭാഗം 16. രചന സംവിധാനം രുദ്രപ്രിയ. അനിൽ നൽകിയ സുഖനിമിഷങ്ങൾ ഓർത്ത് ലക്ഷ്മി എപ്പോഴും ഉറങ്ങിപ്പോയി. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളില്ല. അതുകൊണ്ട് അവൾ എഴുന്നേൽക്കാനും വൈകി. ശനിയാഴ്ച ദിവസങ്ങളിലെ അവളുടെ ഉറക്കം അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മയും ബാലയും അവളെ വിളിക്കാൻ നിന്നില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് ഉണ്ണിക്കുട്ടനോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് രണ്ടുപേരും തൊഴിലുറപ്പിന് പോയത്. പതിവ് പോലെ പൊന്നുമക്കളത്തെത്തുമ്പോൾ എത്ര വേണ്ടെന്ന് വിചാരിച്ചിട്ടും ബാലയുടെ കണ്ണുകൾ ആ ഗേറ്റിലേക്ക് നീണ്ടു. 7 മണിയോടടുത്തപ്പോഴാണ് കമലം പൊന്നുമംഗലത്തെത്തിയത്. നേരെ മുൻവശം വഴി തന്നെ ചവിട്ടി തൊഴിച്ച് അകത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ശങ്കരേട്ടൻ ചായ പകർന്നു കഴിഞ്ഞിരുന്നു. അല്ല, ശങ്കരേട്ടൻ എന്തിനാ ഇപ്പോൾ അടുക്കളയിൽ കയറാൻ നിന്നത്? ഞാൻ വന്നിട്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. വന്നപ്പോൾ തന്നെ അങ്ങനെയൊരു ചോദ്യമാണ് ശങ്കരേട്ടനോട് കമലൻ ചോദിച്ചത്. ആദിക്കുഞ്ഞിന് ചായ നേരത്തെ തന്നെ കിട്ടണം, അല്ലാതെ നിനക്ക് തോന്നുമ്പോൾ വന്നുണ്ടാക്കിയാൽ പോരാ. നീ എന്താ 6 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും താമസിച്ചത്? ആദ്യ ദിവസം തന്നെ ഇങ്ങനെയായാൽ പറ്റില്ല. ആ ബാലക്കൊച്ച് 6 മണിയാകുമ്പോൾ ഇവിടെ എത്തും. ശങ്കരണ്ണൻ ആദ്യ ദിവസം തന്നെ എന്നോട് ഉടക്കിന് വരാതെ ആ ചായ എങ്ങിത്താ, ഞാൻ കൊണ്ടുപോയി സാറിന് കൊടുക്കാം. ശങ്കരേട്ടൻ്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ്സിലേക്ക് കമലത്തിൻ്റെ പിടി വീണപ്പോൾ അയാൾ ആ കൈയെടുത്ത് മാറ്റി. അടുക്കളയിൽ എന്തെങ്കിലും വച്ചുണ്ടാക്കി വീട് വൃത്തിയാക്കുന്നത് മാത്രമാണ് നിന്റെ ജോലി, അല്ലാതെ അത് വിളമ്പാനും കൊണ്ടുകൊടുക്കാനുമൊന്നും നീ നിൽക്കണ്ട. അതൊക്കെ എനിക്കറിയാം. വെട്ടൊന്ന് മുറി 2 എന്ന പോലെ ശങ്കരേട്ടൻ പറഞ്ഞപ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ വെട്ടിത്തിരിഞ്ഞ് കമലം അടുക്കളയിലേക്ക് പോയി. താഴത്തെ ബഹളമൊക്കെ മംഗലത്തമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. ബാല ആദ്യം വന്നു കഴിഞ്ഞാൽ തൻ്റെ മുറിയിലേക്കാണ് ഓടി വരുന്നത്. തനിക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് തിരക്കിയിട്ടേ അവൾ അടുക്കളയിൽ പോലും കയറാറുള്ളൂ. ഇപ്പോൾ വന്ന ഈ കമലയുമായി ഒന്നിച്ചു പോകാൻ പറ്റുമോ എന്ന് മംഗലത്തമ്മയ്ക്ക് ഒരു വിശ്വാസവുമില്ല. ആദിയുടെ കയ്യിൽ ചായ കൊടുക്കുമ്പോൾ കമല വന്നിട്ടുള്ള കാര്യം ശങ്കരേട്ടൻ പറഞ്ഞു. താഴത്തെ ബഹളം കേട്ടപ്പോൾ തന്നെ അത് ആദിക്ക് മനസ്സിലായിരുന്നു. അവൻ ചായയും വാങ്ങി മുറിയിലേക്ക് കയറി. പെട്ടെന്നാണ് പിന്തിരിഞ്ഞു വന്ന് ശങ്കരേട്ടനെ വിളിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നു മുതൽ അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനായി ഇവിടെ വരും. ശങ്കരേട്ടൻ കൂടെ നിന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ആ സ്ത്രീയെ അതിലേക്കൊന്നും അടുപ്പിക്കേണ്ട. അവസാന വാക്ക് അല്പം ഊന്നിയാണ് പറഞ്ഞത്. അത് കമലത്തെ ഉദ്ദേശിച്ചാണെന്ന് ശങ്കരേട്ടന് മനസ്സിലാവുകയും ചെയ്തു. അയാൾ താഴേക്ക് വന്നു. ഫ്രിഡ്ജിലിരിക്കുന്ന പുട്ടുപൊടി കണ്ടുപിടിച്ച് പുട്ടിന് തിരുമുകയായിരുന്നു കമല അപ്പോൾ. അയ്യേ, നീ ഇതെന്താ കമലെ കാണിക്കുന്നത്? ശങ്കരേട്ടൻ്റെ ചോദ്യം കേട്ടപ്പോൾ കമലം പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്താ അണ്ണാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്നോട് ആര് പറഞ്ഞു പുട്ടുപൊടി എടുത്ത് ഞരടി വയ്ക്കാൻ? ആദിക്കുഞ്ഞിന് പുട്ട് ഇഷ്ടമല്ല, അതുപോലെ തന്നെ മംഗലത്തമ്മയ്ക്കും പുട്ടിഷ്ടമല്ല. കുഞ്ഞിന് ഇഡ്ഡലിയോ ദോശയോ നൂൽപുട്ടോ ആണ് സാധാരണ ഉണ്ടാക്കുന്നത്. ഈ പുട്ടുപൊടി എടുത്ത് തിരുമുന്നതിന് മുൻപ് നിനക്ക് എന്നോടൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ശാസനയോടെയാണ് ശങ്കരൻ അത് ചോദിച്ചത്. അത് പിന്നെ അണ്ണാ, എനിക്കറിയാൻ പാടില്ലായിരുന്നു. അതല്ലേ, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വേണം ചെയ്യാൻ, അല്ലാതെ സ്വന്തം വീട് പോലെ തോന്നുന്നതൊക്കെ ചെയ്യാനല്ല നിനക്ക് ശമ്പളം തന്ന് ഇവിടെ നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നീ ഇന്ന് തന്നെ പണി നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. അയ്യോ അണ്ണ, അങ്ങനെ പറയരുത്. ഞാൻ ഇപ്പോൾ തന്നെ ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കാം. അതും പറഞ്ഞുകൊണ്ട് ശങ്കരനെ തള്ളി മാറ്റി കമലം ഫ്രിഡ്ജിനടുത്തെത്തി. ഇഡലിയും ചമ്മന്തിയും ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കമലം അകത്തേക്ക് പോയി. ആദി കഴിക്കാൻ വന്നിരിക്കുമ്പോൾ കമല അകത്തു നിന്നും ഇടം കണ്ണിട്ട് നോക്കി. ആദിയെ കണ്ടപ്പോൾ തന്നെ കമലത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. കാണാൻ എന്തൊരു പൗരുഷം! ആ നീളൻ മൂക്കും ചുവന്ന ചുണ്ടും കട്ടി മീശയും ഒക്കെ കാണുമ്പോൾ തന്നെ ഏതൊരു പെണ്ണും മയങ്ങിപ്പോകും. തൻ്റെ പ്രായം അതിക്രമിച്ചു എന്ന് അറിയാമെങ്കിലും കമലം ഒരു നിമിഷം അവനെ തന്നെ തൂക്കി നിന്നുപോയി. വർഷങ്ങളായി തന്നിൽ ഉറഞ്ഞുകൂടിയ വികാരങ്ങൾക്ക് ചൂട് പിടിപ്പിക്കുന്നത് പോലെ തോന്നി കമലത്തിന്. എന്തായാലും ഇവിടത്തേക്ക് ജോലിക്ക് വരാൻ കണ്ട സമയത്തിന് ഈശ്വരന്മാരോട് നന്ദി പറഞ്ഞു കമലം. ഓടിച്ചെന്ന് അടുത്ത് നിന്ന് വിളമ്പിക്കൊടുക്കണമെന്നൊക്കെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും ശങ്കരണ്ണൻ അതും പറഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലോ എന്ന് ഭയന്ന് അവൾ അകത്ത് തന്നെ നിന്നു. എങ്കിലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന പോലെ അവളുടെ കണ്ണ് ആദിയിലായിരുന്നു. എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇവിടെ പിടിച്ചു നിന്നേ മതിയാകുമെന്ന് കമല അപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചു. അതിനുവേണ്ടി ആദ്യം ആ തള്ളയെയും കുഞ്ഞിനെയും കറക്കി തൻ്റെ വശത്താക്കണം. അങ്ങനെ ഓരോ ആലോചനകളിൽ മുഴുകി നിന്ന്
കമലത്തിനോടുള്ള നീരസം കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഉണ്ടാക്കിയ ഭക്ഷണത്തിനൊന്നും വലിയ സ്വാദായി ആദിക്ക് തോന്നിയില്ല. എങ്കിലും വിശപ്പിന് വേണ്ടി ഒരെണ്ണം കഴിച്ച് അവൻ എഴുന്നേറ്റ് പോയി. എന്താ അണ്ണ സാർ കഴിക്കാതെ പോയത്? ആഹാരം ഇഷ്ടമായില്ലേ? അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുക, കഴിക്കുന്നവർ കഴിച്ചോളും. ശങ്കരൻ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ വീണ്ടും പാമ്പ് മാളത്തിലേക്ക് തലയിടുന്നത് പോലെ അവൾ തല അകത്തേക്ക് വലിച്ചു. അവളുടെ നോട്ടം മുഴുവനും ആദിയിലാണെന്ന് ഇതിനോടകം തന്നെ ശങ്കരന് മനസ്സിലായിരുന്നു. അതിൻ്റെ എല്ലാ അസ്വസ്ഥതയും അയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മുഴച്ചു നിന്നു. ശങ്കരനെ പുറത്തേക്ക് വിളിച്ച് പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ആദി പോയത്. ആദി പോകുന്നിടം വരെ കമലം അവനെ തന്നെ നോക്കി നിന്നു. ശങ്കരൻ അകത്തേക്ക് കടന്നതും അവൾ വേഗം അടുക്കളയിലേക്ക് മാറി. യാത്രയാക്കലും കാത്തിരിക്കലും ഒന്നും നിന്റെ ഡ്യൂട്ടിയിൽ പെടില്ല കമലേ. അതിനൊന്നും നീ മെനക്കെടേണ്ട. അത് നീ വിചാരിക്കുന്ന ആളല്ല. അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ നിനക്കിവിടെ കഴിയാം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് നിർത്തി പൊറുപ്പിക്കില്ല, പറഞ്ഞേക്കാം. പറഞ്ഞുകൊണ്ട് ശങ്കരൻ മംഗലത്തമ്മയുടെ അടുത്തേക്ക് ചെന്നു. ആദി പോയോ ശങ്കര? ആ, ഇപ്പോൾ പോയേ ഉള്ളൂ. ഇന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ ആള് വരും. ബെഡിൽ കിടക്കുന്ന മോനൂട്ടനെ എടുത്ത് മംഗലത്തമ്മയെ ഏൽപ്പിച്ച് വീൽ ചെയർ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവന്നു ശങ്കരൻ. ഭക്ഷണം വിളമ്പി പ്ലേറ്റിലേക്ക് വെച്ചതും ഒക്കെ അയാൾ തന്നെയാണ്. കമലമിടയ്ക്ക് വന്ന് വാതിലോളം ഒന്ന് നോക്കി. ഇറങ്ങി വരൂ, ചോദിക്കട്ടെ. മംഗലത്തമ്മ വിളിക്കുമ്പോൾ കമലം ശങ്കരൻ്റെ മുഖത്തേക്ക് നോക്കി. ഇറങ്ങി വരാൻ അയാളും കൂടി പറഞ്ഞപ്പോൾ അവർ മംഗലത്തമ്മയുടെ അടുത്തേക്ക് വന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ശങ്കരനോട് ചോദിച്ചാൽ മതി, ശങ്കരൻ പറഞ്ഞു തരും. അതനുസരിച്ച് വേണം എല്ലാം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കൂടുതലൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. മുറികളൊക്കെ അടിച്ച് തൂത്തു തുടയ്ക്കണം. താഴെയുള്ള മുറികൾ മാത്രം ചെയ്താൽ മതി, മുകളിലേക്ക് കയറേണ്ട. മുകളിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ശങ്കരൻ നോക്കിക്കൊള്ളും. കമലത്തെ ആകമാനം നോക്കിക്കൊണ്ട് മംഗലത്തമ്മ പറഞ്ഞു. അവർ അകത്തേക്ക് പോയപ്പോൾ ശങ്കരൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ശങ്കര. ആദിയുടെ സ്വഭാവം അറിയാമല്ലോ. തൽക്കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട് മംഗലത്തമ്മ, ബാക്കിയൊക്കെ നമുക്ക് വരുന്ന പോലെ വരട്ടെ. മോനൂട്ടനുള്ള ഇഡ്ഡലി പിച്ചി കൊടുത്തുകൊണ്ട് ശങ്കരനെ ഏൽപ്പിച്ചു. ഒരുവിധം കഴിച്ചിട്ടുണ്ട്. ശങ്കരൻ ഒന്ന് വായ കഴുകി കൊടുത്തേക്ക്. ശങ്കരൻ കുഞ്ഞിനെയും കൊണ്ടുപോയി വായും മുഖവും കഴുകി തിരികെ വരുമ്പോഴേക്കും മംഗലത്തമ്മയും കഴിച്ചു കഴിഞ്ഞു. കലുങ്ങിൻ്റെ പണിക്ക് കമലം വരാത്തത് കൊണ്ടാണ് ജയ മേസ്തിരിയോട് അവരെ തിരക്കിയത്. എന്താ മേസ്തിരി, കമലയെ കാണാത്തത്? അവളെന്താ പണിക്ക് വരാത്തത്? ആ, നിങ്ങളാരും അറിഞ്ഞില്ലേ കമലയ്ക്ക് തൊഴിലുറപ്പ് പണിക്ക് വയ്യാന്ന്? ഇപ്പോൾ പൊന്നുമംഗലത്തെ അടുക്കളപ്പണിക്ക് കയറിയിരിക്കുകയാണ്. മേസ്തിരി ഒഴുക്കമട്ടിൽ പറഞ്ഞിട്ട് പോകുമ്പോൾ ജയ സുമയെ നോക്കി. രണ്ടുപേരും കൂടി ബാലയെ നോക്കുമ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന മട്ടിലാണ് അവൾ നിൽക്കുന്നത്. എന്നാലും എൻ്റെ സുമേ, പറഞ്ഞതുപോലെ തന്നെ അവൾ ചെയ്തു കളഞ്ഞല്ലോ. പൊന്നുമംഗലത്ത് ജോലിക്ക് കയറണമെന്നത് അവൾ ആഗ്രഹിച്ചതുപോലെ നടന്നു. അല്ലെങ്കിലും അവിടുത്തുകാർക്ക് അത് തന്നെ വേണം. അവളുടെ തനിക്കോണം അവിടെ എടുക്കാതിരുന്നാൽ മതി. ജയ മുറുമുറുപ്പോടെ പറഞ്ഞുകൊണ്ട് ചെയ്തിരുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ആദിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാൻ പോലും തോന്നിയില്ല. ആ സ്ത്രീ, അവരാരും ശരിയല്ല. അവരുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ വല്ലാതെ ദേഷ്യം വരും. ഏത് സമയത്താണോ അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിയത്, ആ നിമിഷത്തെ ആദി പഴിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളോട് ഇറങ്ങിപ്പോകാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അമ്മയോട് പറയുന്നത് കേട്ട് ഇറങ്ങിപ്പോകാൻ അവൾക്കാണ് അഹങ്കാരം. ഇപ്പോൾ കല്ലിൻ്റെ പണി ചെയ്ത് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? ദിവസവും രാവിലെയും വൈകുന്നേരവും അതുവഴി വരുമ്പോൾ അവളുടെ കഷ്ടപ്പാടും അധ്വാനവും ആദ്യം കാണാറുണ്ട്. അപ്പോൾ വല്ലാത്ത വിഷമം തോന്നും, താൻ കാരണമാണല്ലോ അവൾ കഷ്ടപ്പെടുന്നതെന്ന്. എന്നാൽ ചില സമയം ആലോചിക്കുമ്പോൾ തോന്നും അവൾക്ക് അഹങ്കാരമാണെന്ന്. ചോദ്യവും ഉത്തരവും എല്ലാം ആദ്യം തന്നെ കണ്ടുപിടിക്കും. JB കൺസ്ട്രക്ഷൻ അവരുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിനായി പറഞ്ഞിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞെന്നുള്ള കാര്യം ആദ്യം അപ്പോഴാണ് ഓർത്തത്. ഉടനെ തന്നെ ഫോൺ എടുത്ത് ചന്ദ്രദാസ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. മറുപുറത്ത് കോൾ അറ്റൻഡ് ആയതും ആദ്യ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു. ഹലോ ചന്ദ്ര, എന്തായി കാര്യങ്ങൾ നിങ്ങളെന്താ റെസ്പോൺസ് ചെയ്യാൻ ഇത്രയും ലേറ്റാകുന്നത്? മഹാരാഷ്ട്ര കമ്പനിയുമായി ഞങ്ങളുടെ കമ്പനിക്ക് ടൈപ്പുള്ള കാര്യം ഞാൻ ആദ്യമേ സാറിനോട് പറഞ്ഞില്ലേ? അവിടുത്തെ മിസ്റ്റർ മിശ്രയ്ക്ക് ഈ പ്രോജക്റ്റുമായി താല്പര്യമില്ല. അയാളുടെ ഇവിടുത്തെ അർജുൻ സാറും തമ്മിൽ ബെഡാ ദോസ്തുക്കളാണ്. അർജുൻ സാർ അയാൾ പറയുന്നത് മാത്രമേ കേൾക്കൂ.
കേരളത്തിലെ ഒരു സാധാ ലോക്കൽ കമ്പനിയുമായി ഇത്രയും വലിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമോ എന്നാണ് സാർ ചോദിക്കുന്നത്. ആദിത്യൻ സാറിനോട് ഇത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, എൻ്റെ ജോലി ഇതായി പോയില്ലേ. സാരമില്ല ചന്ദ്രദാസ്, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. മഹാരാഷ്ട്രയിലുള്ള മിശ്രയുടെ ഡീറ്റെയിൽസ് എനിക്ക് മെയിൽ ചെയ്താൽ ഉപകാരമായിരിക്കും. അർജുൻ സാറിൻ്റെ പേഴ്സണൽ ഫയലിലുള്ള കാര്യങ്ങളാണ്. ഞാനത് ഇറ്റ്സ് ഓക്കെ, തനിക്ക് പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതല്ല സാർ, ഞാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ. ആദ്യ കോൾ കട്ടാക്കി ചെയറിൽ അമർന്നിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മെയിൽ വന്നു. അത് ചെക്ക് ചെയ്യുമ്പോൾ മിശ്രയുടെ ഫുൾ ഡീറ്റെയിൽസ്. പെട്ടെന്ന് തന്നെ ആദി മറ്റൊരു നമ്പറിലേക്ക് അത് സെൻഡ് ചെയ്തു. ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു. ഉച്ചയ്ക്ക് ആദിക്ക് വീട്ടിൽ പോകാൻ തോന്നിയില്ല. കാരണം കമലൻ തന്നെ. അവരുടെ പെരുമാറ്റവും ഇളക്കവും അവനിൽ വല്ലാത്ത അസ്വസ്ഥത നിറച്ചിരുന്നു. അമ്മയെ വിളിച്ച് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തിരക്കി. ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഉഴപ്പിയ മട്ടിൽ മറുപടിയും പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് മേസ്തിരി അവിടേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് എഴുന്നേൽക്ക് പെണ്ണുങ്ങളെ, ഇപ്പോൾ ലോഡ് വരും. ഈ ലോഡ് കൂടി ഇറക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാമല്ലോ മേസ്തിരി. പണി നാളെയല്ലേ ഉള്ളൂ. ആ, ലോഡ് ഇറക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കോ. ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൽ കാണും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മേസ്തിരി അതും പറഞ്ഞുകൊണ്ട് പോയി. തൊട്ട് പിന്നാലെ തന്നെ ലോഡും എത്തി. ഏകദേശം 1000 ചുടുകല്ല് കാണും ഇറക്കി വയ്ക്കാൻ. കെട്ടിടപ്പണിക്ക് പോകുന്ന കുറച്ച് പെണ്ണുങ്ങളുള്ളത് കൊണ്ട് അവരെല്ലാം കൂടി ആദ്യമേ ലോറിയിലേക്ക് ചാടി കയറി. മുകളിൽ നിന്ന് അവർ എടുത്തു കൊടുക്കുന്ന കല്ലുകൾ താഴെ നിൽക്കുന്നവർ വാങ്ങണം. 50ഓളം ഹോളോ ബ്രിക്സിൻ്റെ കട്ടകളുമുണ്ട്. അത് 2 പേർ ചേർന്ന് പിടിക്കാമെന്ന തീരുമാനത്തിലെത്തി. ആദ്യം വലിയ ഉത്സാഹത്തിൽ തുടങ്ങിയ ചുടുകട്ട ഇറക്കൽ സമയം കഴിയുന്തോറും ഏവർക്കും ബുദ്ധിമുട്ടായി മാറി. ഒടുവിൽ എങ്ങനെയൊക്കെയോ ചുടുകട്ട മുഴുവനും താഴെ ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങളെല്ലാം തളർന്നു പോയി. അതുകൊണ്ട് തന്നെ ബാലയും 3 പേരും കൂടി ഹോളോ ബ്രിക്സ് എടുക്കാമെന്ന തീരുമാനമായി. ഏകദേശം 10-15 ഹോളോ ബ്രിക്സ് 2 പേർ വീതം ചേർന്ന് എടുത്ത് താഴെ വെച്ചു. മതി കൊച്ചേ, ബാക്കി ഞാനും ജയയും കൂടി എടുക്കാം പറഞ്ഞും കൊണ്ട് സുമയും ജയയും കൂടി ബാക്കി ഹോളോ ബ്രിക്സുകൾ ഇറക്കുന്നതിനായി ലോറിയുടെ അടുത്തേക്ക് പോയി. അവസാനമായപ്പോൾ സുമയുടെ കൈ വഴുതി ഹോളോ ബ്രിക്സ് അവളുടെ കാലിലേക്ക് വീണു. സുമ നിലവിളിയോടുകൂടി നിലത്തേക്കിരുന്നു. അമ്മേ! ബാല കരഞ്ഞും കൊണ്ട് അവിടേക്ക് ഓടി വന്നു. അയ്യോ മേസ്തിരി, ഓടി വാ, സുമയുടെ കല്ലിൽ കാല് വീണു. ജയ മേസ്തിരിയെ വിളിക്കാനായി പോയി. ഈശ്വര, ഈ പെണ്ണ്! മേസ്തിരി ജയയുടെ കൂടെ ചെന്നു. പാദത്തിൽ ഹോളോ ബ്രിക്സ് വീണ് ചതഞ്ഞു പോയി. ചോര നിൽക്കുന്നില്ല. ഈശ്വര, ഈ തോർത്ത് കെട്ടിവെക്ക്, ഞാനൊരു വണ്ടി കിട്ടുമോ എന്ന് നോക്കട്ടെ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മേസ്തിരി ഒരു വണ്ടി നോക്കി കവല വരെ പോയി. എന്നാൽ അവിടെയെങ്ങും ഒരു ഓട്ടോറിക്ഷയോ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയി സഹായം ചോദിക്കാമെന്ന് കരുതി പിന്തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് പിന്നാലെ ഒരു കാർ വരുന്നത് കണ്ടത്. മേസ്തിരി കൈ കാണിച്ച് ആ കാറിനെ നിർത്തി. സാറേ, ഒരു സഹായം ചെയ്യാമോ? തൊഴിലുറപ്പ് പണിക്കിടയിൽ ഒരു അപകടം, ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിക്കാമോ? തൊഴിലുറപ്പെന്ന് കേട്ടപ്പോൾ ആദിയുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് ബാലയുടെ മുഖമായിരുന്നു. പക്ഷേ എങ്ങനെ ചോദിക്കും? അതുകൊണ്ട് തന്നെ അയാളോട് കയറാൻ ആവശ്യപ്പെട്ടു. ജോലിസ്ഥലത്തെത്തുമ്പോൾ കണ്ടു ഒരു കൂട്ടം പെണ്ണുങ്ങൾ നിരന്നു നിൽക്കുന്നു. എല്ലാവരെയും മാറ്റിക്കൊണ്ട് മേസ്തിരി അടുത്തേക്ക് ചെന്നു. ആദ്യ കൂട്ടത്തിൽ തിരിഞ്ഞത് ബാലയെ ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ കരഞ്ഞു വീർത്ത അവളുടെ മുഖം കാണാൻ കഴിഞ്ഞു. അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴാണ് ആരെയും അത് കാണുന്നത്. ബാലയുടെ അമ്മയ്ക്കാണ് മുറിവ്. കാൽപാദം മുഴുവനും ചതഞ്ഞു പോയിട്ടുണ്ട്. മുറിവൽപ്പം സീരിയസ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളെയെല്ലാം മാറ്റി മേസ്തിരിയെയും കൂട്ടി അവരെ എടുത്ത് കാറിൽ കയറ്റി. കൂടെ ജയയും ബാലയും കൂടി കയറി. കാർ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. കാഷ്വാലിറ്റിയിൽ കാണിക്കുമ്പോൾ തന്നെ മുറിവ് സീരിയസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. പാദം മുഴുവനും ചതഞ്ഞു. 2 വിരലിൽ പൊട്ടലുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. അവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ടൗണിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് അവർ നിർദ്ദേശിച്ചത്. അവിടുന്ന് ആംബുലൻസിലാണ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആദ്യം പിന്നാലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഈ നേരം ഒരിക്കൽ പോലും ബാല അവനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഹോസ്പിറ്റലിൽ എത്തിയ പാടെ സ്ട്രെച്ചറിൽ അകത്തേക്ക് കൊണ്ടുപോയി. ചെറിയൊരു സർജറി തന്നെ വേണ്ടി വന്നു.
5 ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണമെന്നും ഇഞ്ചക്ഷൻ ഉണ്ടെന്നും ഒക്കെ ഡോക്ടർ പറഞ്ഞെങ്കിലും സുമ അതിനെ ശക്തമായി എതിർത്തു. വീട്ടിൽ 2 മക്കൾ മാത്രമേ ഉള്ളുവെന്നും താൻ അവിടെ ആയിപ്പോയാൽ അവർ ഒറ്റയ്ക്കായി പോകുമെന്നും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാനുമെന്നും ഒക്കെ പറഞ്ഞാണ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിച്ചത്. കൂടെ നിന്ന ആദിയോട് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എന്തിനാ മേസ്ത്രി ഇവിടേക്ക് കൊണ്ടുവന്നത്? ഇവിടെ ബില്ലടയ്ക്കാനുള്ള പണത്തിന് ഇനി എന്ത് ചെയ്യും? സുമ കരച്ചിലിൻ്റെ വക്കോളം എത്തി. മേസ്ത്രിയും ആകെ ധർമ്മസങ്കടത്തിലായി. തൊഴിലുറപ്പിൻ്റെ ബില്ല് പോലും മാറിയിട്ടില്ല. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും ലോഡ് വന്നപ്പോൾ കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പ്രസിഡന്റിനെ വിളിക്കുവാനായി മൊബൈൽ കയ്യിലെടുക്കുമ്പോഴാണ് ആദി ബില്ലും വാങ്ങി പുറത്തേക്ക് പോയത്. പൊന്നുമംഗലത്തെ സാറല്ലേ അത്? അപ്പോഴാണ് മേസ്തിരി ആദിയെ ശ്രദ്ധിക്കുന്നത്. ആദിയാണ് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തത്. തിരികെ അവരെ കാറിലേക്ക് കയറ്റാനും ആദി സഹായിച്ചു. ഈ നേരം അത്രയും ബാല നിന്ന് ഉരുകുകയായിരുന്നു. കാറിലിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ആദിയുടെ കണ്ണുകൾ ബാലയുടെ നേർക്ക് നീളുന്നുണ്ട്. അമ്മയെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുടയ്ക്കുന്നവളെ കാണുമ്പോൾ മനസ്സിലൊരു വിഷമം. മരുന്നിൻ്റെ മയക്കത്തിലാണെന്ന് തോന്നുന്നു. സുമ കണ്ണടച്ച് ബാലയുടെ തോളിൽ ചാരി കിടപ്പാണ്. മോൾ ഇങ്ങനെ കരയാതെ, ഇത്രയല്ലേ പറ്റിയുള്ളൂ, എന്ന് സമാധാനിക്ക്. ജയ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലയ്ക്ക് ഒരു തരത്തിലും ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതായിരുന്നു ബാലയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായത്. ഇപ്പോൾ തന്നെ ആദിസാറിന് ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. ആ കടം എങ്ങനെ വീടും? ആലോചിക്കുമ്പോൾ ഹൃദയം മുറവിളി കൂട്ടുന്നത് അവൾ അറിഞ്ഞു. ഷോളിൻ്റെ തുമ്പുകൊണ്ട് ഇടതടവില്ലാതെ കണ്ണുകൾ ഒപ്പിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആദി അസ്വസ്ഥമായ മനസ്സോടെ ഡ്രൈവ് ചെയ്തു. വീടെത്തുമ്പോൾ ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും അര കൈവരിയിൽ കാത്തിരിപ്പുണ്ട്. തൊഴിലുറപ്പിലെ 3-4 പേരും കൂടി ഇരിപ്പുണ്ട്. അവർ പറഞ്ഞാണ് അമ്മയ്ക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് അറിഞ്ഞത്. ആ നേരം മുതൽ ഉണ്ണിക്കുട്ടൻ കരച്ചിലാണ്. എന്നാൽ ലക്ഷ്മി ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലാണ് ഇരിക്കുന്നത്. കാറ് മുറ്റത്ത് വന്ന് നിന്നപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടൻ ഓടി വന്നു. ബാലേച്ചി, അമ്മ എവിടെ? ബാലയെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന ഉണ്ണിക്കുട്ടൻ എല്ലാവരുടെയും കണ്ണ് നിറയിച്ചു. അയ്യേ, കരയല്ലേ ബാലേച്ചിയുടെ മോൻ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങട്ടെ, മോൻ അല്പം മാറി നിൽക്ക്. ബാല ഒരുവിധം ഉണ്ണിക്കുട്ടനെ സമാധാനപ്പെടുത്തി അവൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുത്തു. ആദിയും മേസ്ത്രിയും കൂടി ചേർന്നാണ് സുമയെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയത്. ആദിയുടെ കണ്ണുകൾ അപ്പോൾ ആ വീടും പരിസരവും നോക്കി കാണുകയായിരുന്നു. അകത്തെ മുറിയിലെ കട്ടിലിൽ അവരെ കൊണ്ട് കിടത്തി. ചെറുതാണെങ്കിലും വൃത്തിയും അടുക്കും ചിട്ടയുമുള്ള വീട്. ഉണ്ണിക്കുട്ടനെ കാണുമ്പോൾ ആദിക്ക് വല്ലാത്ത വാത്സല്യം തോന്നുന്നുണ്ടെങ്കിലും ലക്ഷ്മിയെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നു. അവളുടെ നോട്ടവും പെരുമാറ്റവും ഒന്നും ഇഷ്ടപ്പെടാത്തതുപോലെ. സ്വന്തം അമ്മയാണ് അപകടം പറ്റി വന്നിരിക്കുന്നത്, എന്നിട്ടും അന്യരെ പോലെ പുറത്ത് മാറി നിൽക്കുന്നു. വലിയ ഉപകാരം സാറേ, ഹോസ്പിറ്റലിലായ തുക എത്രയും പെട്ടെന്ന് തന്നു തീർക്കാൻ നോക്കാം. മേസ്തിരി തലയും ചൊറിഞ്ഞുകൊണ്ട് ആദിയുടെ മുന്നിൽ നിന്നു. ബാലയ്ക്ക് ഒരു നന്ദി വാക്കെങ്കിലും ആദിയോട് പറയണമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല. ആ വീടിൻ്റെ ഇനിയുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുമെന്ന് ആദിക്ക് ഓരോ നിമിഷവും മനസ്സിലായി. അതുകൊണ്ട് തന്നെ പോക്കറ്റിൽ നിന്നും പേഴ്സെടുത്ത് കുറച്ച് നോട്ടുകൾ അതിൽ നിന്നും എടുത്ത് ബാലയുടെ അടുത്തേക്ക് വന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. ഒന്നും ചോദിക്കാനും പറയാനും തോന്നിയില്ല. നന്ദി എന്ന 2 വാക്ക് നാവിനുള്ളിൽ ചങ്ങലയിട്ടതുപോലെ ബന്ധനത്തിൽ കിടന്നു. കൈകൂപ്പി മുന്നിൽ നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ആ നിമിഷം ബാലയുടെ വലത് കൈപിടിച്ച് കുറച്ച് നോട്ടുകൾ കൈക്കുള്ളിൽ വെച്ച് മടക്കിയിരുന്നു ആദി. വേണ്ടെന്ന് പറയാനോ തിരികെ ഏൽപ്പിക്കാനോ അവൾക്ക് കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ആദി പുറത്തേക്കിറങ്ങി. തൊഴിലുറപ്പുകാരെല്ലാം അമ്മയുടെ മുറിയിൽ കൂടിയിരിക്കുകയാണ്. എന്തായാലും അയാൾക്ക് മനുഷ്യപ്പറ്റുള്ളത് കൊണ്ടാണ് കയ്യിൽ കാശ് തന്നിട്ട് പോയത്. മോൾ ഇതുകൊണ്ട് അകത്ത് വയ്ക്ക്, ഇനി ആവശ്യങ്ങളുള്ളതല്ലേ. ഞാൻ എന്നാൽ പോയിട്ട് വരാം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മേസ്തിരിയും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ബാലയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. കയ്യിലിരിക്കുന്ന നോട്ട് അവൾ അതുപോലെ തന്നെ അമ്മയെ ഏൽപ്പിച്ചു. ആദിസാർ തന്നതാണ്. പൊന്നുമംഗലത്തെ സാറാണ്. അയാൾക്ക് അല്പം മനസാക്ഷിയുണ്ട്, ജയ കൂടെയുള്ളവരോട് പറഞ്ഞു.
എന്നാലും സുമേ, നിന്റെ ഇളയ മോള് കൊള്ളാമല്ലോ. ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ട് അവൾ ഈ വീട്ടിലുള്ളതല്ലേ? ഇത്ര നേരമായിട്ട് ഈ മുറിയിലൊന്ന് കയറിയോ? ഇതെന്ത് ജന്മമാണോ എന്തോ, വല്ലാത്ത തൊലിക്കട്ടി തന്നെ. ജയയും പോയി കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മി അമ്മയുടെ മുറിയിലേക്ക് വന്നത്. കുറച്ചു നേരം ആ മുറിയിൽ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം അവൾ ബാലയുടെ അടുത്തേക്ക് ചെന്നു. നാളെ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ചേച്ചി. 1-2 ബുക്സ് വാങ്ങാനുണ്ട്. എനിക്ക് 500 രൂപ വേണം. ബാല ഞെട്ടിയാണ് അവളെ നോക്കിയത്. അമ്മ ഈ അവസ്ഥയിൽ കിടന്നിട്ട് പോലും തന്നോട് കാശ് ചോദിക്കാനുള്ള അവളുടെ മനസ്സിനെ സമ്മതിക്കണം. പിന്നീടാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലായത്. പൈസ ചോദിച്ച് പുറകിൽ വന്ന കാര്യം. ആദി സാർ തനിക്ക് പണം നൽകുന്നത് അവൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അതിൽ നിന്ന് കിട്ടുമെന്നുള്ള ഉറപ്പുള്ള കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചത്. ബാല നേരെ മുറിയിൽ ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞു. എന്തായാലും ഈ പൈസയിൽ നിന്നും 1 രൂപ പോലും അവൾക്ക് കൊടുക്കില്ല. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം എവിടെ നിന്ന് പൊട്ടിമുളച്ചു എന്ന് എനിക്കറിയാം. ഈ കാശ് കണ്ടുകൊണ്ട് തന്നെയാണ് അവൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. ഇതിൽ നിന്നും പൈസ കൊടുക്കില്ല ബാലേ. നീ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയണ്ട. സുമ വെട്ടിമുറിച്ച് പറഞ്ഞപ്പോൾ ബാല ഒന്നും മിണ്ടാൻ പോയില്ല. രാത്രിയിലത്തേക്കുള്ള ആഹാരമാക്കി കുളിയും കഴിഞ്ഞ് മുറിയിലേക്ക് വരുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു. പരിചയമില്ലാത്ത നമ്പർ. അതുകൊണ്ട് എടുക്കണമോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ബാലമോളെ. മംഗലത്തമ്മേ. പൊട്ടി വന്ന കരച്ചിൽ ചുണ്ടുകൊണ്ട് കടിച്ചൊതുക്കി അവൾ വിളി കേട്ടു. അവളുടെ കരച്ചിൽ ചീളുകൾ ആ അമ്മ മനസ്സിനെ വല്ലാതെ പൊള്ളിച്ചു. എന്തിനാ അമ്മയുടെ കുട്ടി കരയുന്നത്? ധൈര്യശാലിയായ പെൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? എനിക്ക് മാത്രം എന്താ അമ്മ ഇങ്ങനെ എപ്പോഴും? ബാലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ എൻ്റെ കയ്യിൽ വേദന മാത്രമേ ഉള്ളൂ. ഈ കാലം കൊണ്ട് അനുഭവിച്ചതൊന്നും മതിയായെന്ന് ഈശ്വരന്മാർക്ക് തോന്നിയില്ലായിരിക്കും. അതുകൊണ്ടല്ലേ എൻ്റെ അമ്മയെ കൂടി കിടത്തിയത്. ഇതിനും വേണ്ടി പാവിയാണോ ഞാൻ? പറയുകയും കരയുകയും ചെയ്യുന്ന ആ പെണ്ണിനെ കണ്ട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് മംഗലത്തമ്മയ്ക്കും അറിയില്ലായിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് അമ്മയുടെ അടുത്ത് നിന്ന ആദിയും അവളുടെ വിഷമം കേൾക്കാൻ വയ്യാതെ പുറത്തേക്കിറങ്ങി. കടപ്പാടുകളുടെ പുസ്തകത്തിൽ പേരുകൾ ഓരോന്നായി എഴുതി ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ബാല. എല്ലാവരും ബാലയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു. പക്ഷേ എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ പേടി തോന്നുന്നു. ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ദുഃഖമേ ഉള്ളൂ. മോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും അമ്മയോട് പറയാൻ മടിക്കരുത്. ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കൈ നിറയെ പണമുണ്ട്. ആദി സാറാണ് ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് ചിലവായ കാശ് കൊടുത്തത്. പോകുന്നതിന് മുമ്പ് എൻ്റെ കൈ നിറയെ പൈസ തന്നിട്ടാണ് പോയത്. ഈ കടമൊക്കെ ബാല എങ്ങനെയാണ് അമ്മയെ വീട്ടുന്നത്? ചോദിക്കുമ്പോൾ ഏങ്ങലടികൾ പുറത്തേക്ക് വന്നു. കടപ്പാടിൻ്റെ പുസ്തകത്തിൽ നീ ഞങ്ങളുടെ പേര് എഴുതി ചേർക്കണ്ട മോളെ. അതിനുവേണ്ടിയല്ല ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നത്. നിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. കുറച്ച് ദിവസമേ നീ ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും നിന്റെ മനസ്സിൻ്റെ നന്മ തിരിച്ചറിഞ്ഞതാണ് ഞാൻ. ഒന്നിനും കണക്ക് സൂക്ഷിക്കേണ്ട. നിന്നെ ഒന്ന് കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും അമ്മയെ കാണാൻ കുട്ടി വരണം. ഒരിക്കലും നിന്നെ ഇവിടുത്തെ വേലക്കാരിയായി അമ്മ കണ്ടിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിനക്കിവിടേക്ക് വരാം. അമ്മയില്ലാത്ത എൻ്റെ മോനൂട്ടനോട് നീ കാണിച്ച സ്നേഹവും കരുതലും ഈ ജന്മം അമ്മയ്ക്ക് മറക്കാൻ കഴിയില്ല. മറ്റാർക്ക് വേണ്ടിയല്ലെങ്കിലും അമ്മയ്ക്ക് വേണ്ടി മോൾ വരണം. എന്ത് സങ്കടം വന്നാലും പൊന്നുമംഗലത്തെ വാതിൽ നിനക്ക് മുന്നിൽ അടയില്ല. എല്ലാം കേട്ടുകൊണ്ട് ഒരു ചുവരിനപ്പുറം ആദിയും നിൽപ്പുണ്ടായിരുന്നു. അമ്മ ഒരാളെയും ഒരു പരിധിയിൽ കൂടുതൽ എടുക്കാനുള്ള അവസരം കൊടുക്കില്ല. പക്ഷേ ബാലയെ കണ്ടത് മുതൽ അമ്മയ്ക്ക് സ്വന്തം മകളോടെന്ന പോലെയുള്ള സ്നേഹമാണ്. അത് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ആദി മനസ്സിലാക്കിയതുമാണ്. അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കണമോ എന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് മംഗലത്തമ്മ പറഞ്ഞതുകൊണ്ട് തന്നെ ബാല ഫോൺ സുമയെ ഏൽപ്പിച്ചു. ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട്. ആശ്വസിപ്പിക്കും പോലെ മംഗലത്തമ്മ പറയുമ്പോൾ സുമ കരഞ്ഞുപോയി. സ്വന്തക്കാരെന്ന് പറയാൻ ആരുമില്ല. ഈ 3 മക്കളല്ലാതെ ഈശ്വരനെ പരീക്ഷിച്ച് മതിയായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിനെ വീണ്ടും വീണ്ടും പറഞ്ഞു മുഴുവിക്കാൻ കഴിയാതെ സുമ കരഞ്ഞു. ഇപ്പോൾ എന്നെയും കിടത്തിക്കളഞ്ഞില്ലേ? എൻ്റെ മോൾ ഇതിനും വേണ്ടി ഒരു പാവവും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത പാവത്തിൻ്റെ ഫലമാണ് എൻ്റെ കുഞ്ഞ് അനുഭവിക്കുന്നത്. ജീവിതത്തിൽ ഞാൻ മനസമാധാനത്തോടു കൂടി കുറച്ച് ദിവസങ്ങൾ ചിലവഴിച്ചത് അവൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു. ഒന്നും ഓർത്ത് സുമ വിഷമിക്കരുത്. എന്താവശ്യത്തിന് ഞങ്ങളുണ്ട്.
ബാലയെ ഞാൻ മോളായി തന്നെയാണ് കാണുന്നത്. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവൾക്ക് ഇവിടെ വരാം. അതൊരു വേലക്കാരിയായിട്ടല്ല, ഈ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ കഴിയുന്ന എൻ്റെ മകളായിട്ട്. അവൾ ഇവിടെ വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവൾ മനസ്സുകൊണ്ട് അതിന് തയ്യാറല്ല. ഈ പടിപ്പുരയുടെ വാതിൽ എപ്പോഴും അവൾക്ക് വേണ്ടി തുറന്നിരിക്കും. അതൊന്ന് അവളോട് പറഞ്ഞാൽ മാത്രം മതി. ആ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ സുമയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. തങ്ങളെ കേൾക്കാനും തിരക്കാനും എങ്കിലും ഒരാളുണ്ടല്ലോ. അമ്മയുടെ കയ്യിലിരുന്ന ഫോൺ വാങ്ങാനായി ആദി വരുമ്പോൾ അവൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. എന്തിനാ അമ്മേ വീണ്ടും അവളെ ഇവിടേക്ക് വിളിച്ചത്? ഇവിടുത്തെ വേലക്കാരിയാക്കാനാണോ? നീ എന്തിനാ ആദി ഇങ്ങനെ സംസാരിക്കുന്നത്? അവളെ ഇവിടുത്തെ ജോലിക്കാരിയായിട്ടാണോ ഞാൻ കണ്ടിരുന്നത്? നിന്റെ എടുത്തുചാട്ടം കൊണ്ടല്ലേ അവൾ ഇവിടെ നിന്ന് പോയത്? അവൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ വീട്ടിലും ഇവിടെയുള്ളവർക്കും സന്തോഷവും മനസമാധാനവും ഉണ്ടായിരുന്നു. മോനൂട്ടന് പോലും ആ മാറ്റമുണ്ടായിരുന്നു. ആ കമല ഇവിടെ ജോലിക്ക് വന്നിട്ട് ഈ മുറിയിൽ ഇതുവരെ വന്നിട്ടില്ല. മോനൂട്ടൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നത് പോലുമില്ല. ഇങ്ങനെയുള്ള ഒരുവളെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നതിലല്ല ഉത്സാഹം. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു കൊള്ളണം, അല്ലെങ്കിൽ എൻ്റെ വിധം മാറും. കഴിഞ്ഞ ദിവസം സരോജം വിളിച്ചിരുന്നു. അവളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തൊലി പൊള്ളിപ്പോയി. ഇങ്ങനെയുള്ള ഒരുത്തിയെ തന്നെ ഇവിടെ നിർത്തണമോ? ബാലമോൾ ഇവിടെ വരികയാണെങ്കിൽ ആ നിമിഷം ഞാൻ അവളെ ഇവിടെ നിന്നും അടിച്ചിറക്കും. എൻ്റെ അവസ്ഥ ഇതായിപ്പോയി. അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ അവളെ ഇവിടെ നിന്ന് ഓടിച്ചേനെ. സരോജവും അതാണ് പറയുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ശങ്കരൻ കൂടി അവളെ ഇവിടെ നിർത്താൻ സമ്മതിച്ചതല്ലേ, അതാണ് കഷ്ടം. അമ്മയ്ക്ക് കമലത്തെ ഇഷ്ടമായില്ലെന്ന് ആദിക്ക് ആദ്യമേ മനസ്സിലായി. പക്ഷെ അമ്മ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് കൂടി കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും കമലത്തെ ഇവിടെ നിന്ന് ഓടിക്കുമെന്ന്. നിനക്ക് എന്താ ആദി ആ ബാലയോട് ഇത്രയും ദേഷ്യം? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ആദ്യം അമ്മയെ നോക്കി. എനിക്ക് എന്താ അമ്മ ആ കൊച്ചിനോട് ദേഷ്യം? ഞാൻ ആദ്യം ആ കുട്ടിയെ കാണുന്നത് അംഗൻവാടി ടീച്ചറായിട്ടാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി ഇവിടെ വന്ന് ജോലിക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രവുമല്ല +2-ന് ഫുൾ മാർക്കൊക്കെ വാങ്ങി പാസ്സായ കൊച്ചാണ്. പഠിക്കാൻ പോകാനുള്ള നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീട്ടിലിരുന്ന് അതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ജോലിക്ക് വന്നത്. എനിക്ക് എന്തുകൊണ്ടോ അവളെ ഇവിടുത്തെ ജോലിക്കാരിയാക്കാൻ നിർത്താൻ ഇഷ്ടമില്ല. അത് തന്നെ കാരണം. ജോലിക്കാരിയായി നിർത്താൻ താല്പര്യമില്ലെങ്കിൽ നീ അവളെ ഇവിടെ നിർത്തി പഠിപ്പിക്കച്ചു. അവൾ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ? അമ്മ വിടാനുള്ള ഭാവമില്ലായിരുന്നു. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീട്ടിൽ നിർത്തുന്നത്? നിനക്ക് അവളെ സ്പോൺസർ ചെയ്തുകൂടെ? സ്പോൺസർഷിപ്പ് ഏറ്റെടുക്ക് അച്ചു. അതിൻ്റെ എല്ലാ കാര്യവും അറിഞ്ഞതിന് ശേഷവും എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. തൽക്കാലം അമ്മ കൂടുതലൊന്നും ആലോചിക്കേണ്ട. രാത്രിയിൽ അമ്മയ്ക്ക് വേദന കൂടുതലായിരുന്നു. അമ്മ ഉറങ്ങാത്തത് കാരണം ബാലയ്ക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. വെളുപ്പിനെപ്പോഴോ ആണ് അമ്മ ഉറങ്ങിയത്. അടുക്കളയിലേക്ക് കയറുമ്പോൾ അവിടെ സാധനങ്ങളൊന്നും ഇരിപ്പില്ല. കലം കഴുകി വെള്ളം പിടിച്ച് അടുപ്പിൽ വെച്ച് ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് ബാല പുറത്തേക്കിറങ്ങി. കിണറ്റിൽ നിന്നും വെള്ളം കോരി മുഖം കഴുകി പല്ലും തേച്ച് തിരികെ വരുമ്പോഴുണ്ട് വെള്ളം തിളയ്ക്കുന്നു. തേയിലപ്പൊടിയും പഞ്ചസാരയും ഇട്ട് വാർത്ത് അതിൽ നിന്ന് ഒരു ഗ്ലാസ് ഒഴിച്ചെടുത്ത് അമ്മയ്ക്കും തൻ്റെ ഗ്ലാസ്സിലും കൂടി പകർന്ന് നേരെ മുറിയിലേക്ക് പോയി. റൂമിലേക്ക് ചെല്ലുമ്പോൾ അമ്മ എഴുന്നേറ്റിരിപ്പുണ്ട്. തലേ ദിവസത്തെ ഉറക്കക്ഷീണവും വേദനയും ആ മുഖത്ത് കാണാം. കട്ടൻ ചായ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ബാല. അമ്മയ്ക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു മോളെ. നിസ്സഹായതയോട് കൂടി അമ്മ പറയുമ്പോൾ അമ്മയെ എങ്ങനെ പുറത്തെ ബാത്റൂമിൽ എത്തിക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു ബാല അപ്പോൾ. അവൾ വേഗം ലക്ഷ്മിയുടെ റൂമിലേക്ക് പോയി. തുടരെ ഡോറിൽ മുട്ടുന്നത് കേട്ട് അസ്വസ്ഥതയോടെ ലക്ഷ്മി എഴുന്നേറ്റിരുന്നു. ഡോർ തുറക്കുന്നതിന് മുമ്പേ അവൾ വസ്ത്രമൊന്ന് നോക്കി. ഇടുപ്പിന് മുകളിലേക്ക് നഗ്നമാണ്. ദിവസം രാത്രിയിൽ അനി വീഡിയോ കോൾ വിളിക്കുമ്പോൾ എപ്പോഴോ അഴിച്ചു മാറ്റിയ ഡ്രസ്സ് അണിഞ്ഞു. ദേഷ്യത്തോടു കൂടി മുറിയുടെ വാതിൽ തുറന്നു. ഇതിങ്ങനെ തല്ലി പൊളിക്കേണ്ടെന്ന് എന്താവശ്യമാണ് നിങ്ങൾക്കിപ്പോൾ? അതിന് മാത്രം. ബാലയെ കണ്ടപ്പോൾ തന്നെ ചാടിക്കൊണ്ടുള്ള ലക്ഷ്മിയുടെ ചോദ്യം അതായിരുന്നു. ആ സമയം ബാലയ്ക്ക് ലക്ഷ്മിയുടെ കരണമടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയത്. സ്വന്തം അമ്മയാണ് ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നത്. എന്നിട്ട് പോലും മനസാക്ഷിയില്ലാതെ സംസാരിക്കാൻ ഇവൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഒരു നിമിഷം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ബാല വന്ന കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് ബാത്റൂമിൽ പോകണം. എനിക്ക് മാത്രം അമ്മയെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നീ കൂടി സഹായിച്ചാൽ 2 പേർക്കും കൂടി കൊണ്ടുപോകാം. എനിക്കൊന്നും വയ്യ. വേണമെങ്കിൽ ഉണ്ണിക്കുട്ടനെയും കൂട്ടി പോയാൽ മതി. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഡോർ വലിച്ചടച്ചു. ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ തറഞ്ഞു നിന്നുപോയി ബാല. എല്ലാം കേട്ടുകൊണ്ട് റൂമിനുള്ളിൽ ഇരിക്കുകയായിരുന്നു സുമയും. അറിയാതെ അവരുടെ കണ്ണു നിറഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയിൽ ബാല തിരികെ വരുമ്പോൾ ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. ആ കുഞ്ഞിനെ കൊണ്ട് എന്ത് സാധിക്കാനാണ്?
ബാല വേഗം പുറത്തുകൂടി ഇറങ്ങി ജയമാമിയുടെ വീട്ടിലേക്ക് പോയി. എന്താ മോളെ ഇത്ര രാവിലെ? ബാലയ്ക്കപ്പോൾ കരച്ചിലാണ് വന്നത്. അവൾ അവരെ കെട്ടിപ്പിടിച്ചു. തൻ്റെ തോളിൽ ചാരി ഏങ്ങി കരയുന്നവളെ ജയയും പൊതിഞ്ഞു പിടിച്ചു. കരച്ചിലൊന്ന് അടങ്ങിയതിന് ശേഷം ആണ് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതിനാണോ നീ കരയുന്നത്? മാമി കൂടെ വന്ന് സഹായിക്കാം. ആ ലക്ഷ്മി മൂദേവി അവളെ വിളിക്കാൻ പോയ നേരത്തിന് നിനക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? എവിടെ നിൻ്റെ ഫോണ്? ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി മാമി. ഇന്നിനി കട തുറന്നിട്ട് വേണം പോയി ചാർജ് ചെയ്യാൻ. രണ്ടുപേരും കൂടി വേഗം വീട്ടിലെത്തുമ്പോൾ സുമയും വല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിരുന്നു. ബാലയും ജയയും കൂടി ചേർന്നാണ് സുമയെ താങ്ങി പിടിച്ച് ബാത്റൂം വരെ കൊണ്ടുവന്നത്. സുമയെ തനിയെ ബാത്റൂമിനുള്ളിൽ കയറാൻ ജയയെ സമ്മതിച്ചില്ല. ഒരു സ്റ്റൂളിട്ട് സുമയെ അതിലിരുത്തി അവളോടൊപ്പം ജയയും നിന്നു. ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെ പരിചരിക്കുന്നവളെ കണ്ടപ്പോൾ സുമയ്ക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി. അമ്മ ഫ്രഷായി ഇറങ്ങി വരുന്നത് വരെ ബാലയും പുറത്തു തന്നെ കാത്തു നിന്നു. രണ്ടുപേരും കൂടി സുമയെ അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലക്ഷ്മിയെ കാണുന്നത്. സ്വന്തം തള്ളയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിനക്ക് എന്തോ വലുത് വരാനുണ്ട് ലക്ഷ്മി, നീ അത് ഓർത്തു വെച്ചോ. സുമ അത്രയും പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നടന്നു നീങ്ങി. ഇത്രയൊക്കെ ആയിട്ടും തള്ളയുടെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. എത്ര കിട്ടിയാലും ഇതൊന്നും പഠിക്കില്ല. വാക്കുകൾ പല്ലിനോട് വിട്ട് ഞൊരുടി ലക്ഷ്മി. മോൾക്ക് പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ പോയിട്ട് വാ. മാമി ഇന്ന് അമ്മയോടൊപ്പം ഇവിടെ കാണും. ജയ അത്രയും പറഞ്ഞപ്പോൾ ബാലയ്ക്ക് വല്ലാത്ത സമാധാനം തോന്നി. വീട്ടിൽ ഒരു സാധനവുമില്ല. പുറത്തു പോയാൽ മാത്രമേ ഇന്ന് എന്തെങ്കിലും വച്ചുണ്ടാക്കാൻ പറ്റൂ. ബാല വേഗം ഡ്രസ്സ് മാറി ഇറങ്ങി. തലേ ദിവസം ആദ്യം ഏൽപ്പിച്ച കുറച്ച് കാശ് കയ്യിലെടുത്തു. പേഴ്സിനുള്ളിൽ വെച്ച് ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പൊന്നുമംഗലത്തെ ഗേറ്റിന് മുന്നിൽ എത്തുമ്പോൾ അറിയാതെ നോട്ടം അകത്തേക്ക് നീണ്ടു. മോനൂട്ടനെ കാണണമെന്ന് മനസ്സ് വല്ലാതെ കൊതിച്ചുവെങ്കിലും ഇപ്പോൾ അതിനുള്ള അവസരമല്ല എന്ന ഓർമ്മയിൽ അവൾ കാലുകൾ വലിച്ചു നീട്ടി നടന്നു. മുകളിൽ ബാൽക്കണിയിൽ നിന്ന് ആദി മിന്നായം പോലെ കണ്ടു ബാലയെ. ജംഗ്ഷനിലെത്തുമ്പോൾ ശരിക്കും അവൾ വല്ലാതെ തളർന്നിരുന്നു. കാരണം തലേ ദിവസം മുതൽ ഒന്നും കഴിക്കാത്തതിൻ്റെ ക്ഷീണം അത്രയും അവളുടെ മുഖത്തുണ്ടായിരുന്നു. രാത്രിയിൽ ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും കഴിക്കുമ്പോൾ പോലും അവൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അമ്മയോടൊപ്പം കിടന്നു. റീചാർജ് കടയിൽ കയറി ഫോൺ ചാർജ് ചെയ്തു. സ്റ്റേഷനറി കടയിൽ നിന്നും ആവശ്യത്തിന് സാധനങ്ങളും വാങ്ങി. മാർക്കറ്റിനുള്ളിൽ കയറി പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിയാണ് ബാല തിരികെ വീട്ടിലേക്ക് നടന്നത്. ഓട്ടോയ്ക്കായി അല്പനേരം വെയിറ്റ് ചെയ്തുവെങ്കിലും വരാത്തത് കൊണ്ട് തന്നെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ച് നടന്നു. കുറച്ച് നടന്നപ്പോൾ തന്നെ ആദിയുടെ കാർ ദൂരെ നിന്ന് വരുന്നത് ബാല കണ്ടിരുന്നു. അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അത് നിന്നു. കയ്യിൽ കൊള്ളാത്ത സാധനങ്ങളുമായി നടന്നു തളർന്നു നിൽക്കുന്നവളെ കണ്ടപ്പോൾ ആദിക്ക് ദേഷ്യമാണ് വന്നത്. ഡോർ തുറന്ന് അവൻ പുറത്തേക്കിറങ്ങി. മുന്നിൽ നിൽക്കുന്നവളെ രൂക്ഷമായി തന്നെ നോക്കി. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നിനക്കൊരു ഓട്ടോ പിടിച്ച് വരാൻ പാടില്ലേ? അതോ ഇതിങ്ങനെ ചുമക്കണമെന്ന് വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? ദേഷ്യത്തോടുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ബാല അവനെ തന്നെ നോക്കി നിന്നു. തുടരും രുദ്രപ്രിയ. എൻ്റെ ചാനൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ കൂട്ടുകാരെ. നിറയെ സ്നേഹത്തോടെ രുദ്രപ്രിയ.